എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ പേരായി എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് എന്താണ് വീഡിയോ വരാത്തതെന്നുള്ളത്. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാനൊന്നും അധികം സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ വൈകണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രൂപയുടെ കോയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 രൂപ എന്നില്ല 2 രൂപ ഏതായാലും മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കളർ പേപ്പറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ കോയിൻ എടുത്തിട്ട് ഈ പേപ്പറിൽ വെച്ചിട്ട് കുറച്ച് റൗണ്ടുകൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കോയിനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ റൗണ്ടും ഒരേ രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഞാനൊന്ന് വരച്ചെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പൂക്കൾ വേണോ അത്രയ്ക്കും വട്ടങ്ങൾ വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഒരു 10-12 എണ്ണം വരച്ചിട്ട് നിർത്തുകയാണ്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തേന്ന് ഒരു 3 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിൻ്റെ ഒക്കെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഗമ്മാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബഡ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഒരു റൗണ്ടുകൾ തമ്മിൽ ഒന്ന് കൂട്ടി പിടിക്കുക. അപ്പോൾ അത് ഒട്ടി വരുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇതിങ്ങനെ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ പൊന്തി ഇങ്ങനെ കറക്റ്റായിട്ടൊരു ഫ്ലവർ പോലെ കിട്ടും. അപ്പോൾ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ശരിക്കും കാണുന്നതിനേക്കാൾ അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ 3 എണ്ണം വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നടുഭാഗം ഇങ്ങനെ കുഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ഫ്ലവർ പോലെ വരും. ഈ 3 റൗണ്ടുകൾ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അടിയിലൊന്ന് ചെറിയൊരു ഫോൾഡിങ് വരും നമ്മളിങ്ങനെ കുഴിച്ച് പിടിക്കുന്ന സമയത്ത്, കണ്ടോ? അത് കറക്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ രൂപമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലും കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു പൂവാവും. ഇനി ഇതേ രീതിയിൽ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതുപോലെ 3 റൗണ്ട് എടുക്കുക. സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് 3ഉം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പിടിക്കുക. അപ്പോൾ ഗം ഇങ്ങനെ ഒട്ടി വരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് ഇങ്ങനെ 3ഉം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ നടുഭാഗം ഒന്ന് കുഴിച്ചിങ്ങനെ പിടിക്കണം. അപ്പോൾ അടിയിൽ തനിയെ ഒരു ഫോൾഡിങ് ഇങ്ങനെ വരും നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് ഗം ഒന്ന് നന്നായി തേച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും കറക്റ്റ് ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പൂവിൻ്റെ നടുഭാഗം ഒന്ന് ഭംഗിയാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കെച്ച് പെന്നോ മാർക്കർ പെന്നോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ വരഞ്ഞു കൊടുക്കുക. ഇനി സെൻറ്ററിലൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ബീഡ്സൊക്കെ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ റൗണ്ടിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചുറ്റിനും ചെറിയ ചെറിയ ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു കുഞ്ഞു പൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അധികം ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ഇതിൻ്റെ തണ്ടൊക്കെ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളറുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഫ്ലവറിന് തണ്ട് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈർക്കിളിയുടെ കഷ്ണമോ എന്തായാലും മതി. എന്നിട്ട് ആ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ചുരുട്ടി കൊടുക്കുക. പേപ്പർ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കണ്ടില്ലേ. എന്നിട്ട് ആ ലാസ്റ്റ് ഭാഗത്ത് മാത്രം കുറച്ച് ഗമ്മാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ടൂത്ത് പിക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റിക്കായിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറെയും സ്റ്റിക്കുകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര പൂവുണ്ടോ അതിനനുസരിച്ച് എല്ലാത്തിനും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കുകൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ മൊത്തത്തിലൊരു വലിയ സ്റ്റിക്കും ഉണ്ടാക്കണം കേട്ടോ, കുറച്ചും കൂടി വലിയ പേപ്പർ എടുത്തിട്ട്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വിടർത്താൻ പറ്റും 2 സൈഡിലേക്കും. എന്നിട്ട് നമുക്ക് ഗമ്മാക്കിയിട്ട് ഈ ഒരു പൂവ് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി എല്ലാം ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഒരു മെയിനായിട്ടുള്ളൊരു തണ്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ പേപ്പറിൻ്റെ ആ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു തണ്ടും കൂടെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചെറുതുകളൊക്കെ ഈ ഒരു വലിയ തണ്ടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ വലിയ ആ ഒരു പേപ്പർ സ്റ്റിക്കിൻ്റെ മുന്നിലായിട്ട് ഏറ്റവും ടോപ്പിലായിട്ടൊരു ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തു. ബാക്കി ഈ തണ്ടുകളൊക്കെ ആ ഒരു ലെങ്ത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് ഒട്ടില്ലോ, അതുകൊണ്ടാണ് എടുത്തത്. ഇനി ഇതിനൊരു ലീഫ് വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇലയുടെ ഷേപ്പിൽ നമ്മൾ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലീഫ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ അടിഭാഗത്തായിട്ട് 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞു പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പേപ്പർ ക്രാഫ്റ്റ് കുറേ പേര് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പേപ്പർ ഫ്ലവർ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.